പരിശുദ്ധമായ ഖുർആനാണ് നിന്നോട് വിളിച്ചോതുന്നത്. അല്ലാഹുവാണ് നിനക്ക് റൂഹ് തന്നത്, ഓർക്കണേ. അവനാണ് നിന്നെ സൃഷ്ടിച്ചത്, അവൻ സ്വന്തമായി അത് ഏറ്റെടുക്കുകയാണ്. ഏറ്റവും വലിയ മഹത്വമാണ് പടച്ചവൻ നമ്മളോട് ചെയ്തത്. ബാക്കിയുള്ള വസ്തുക്കളെല്ലാം അല്ലാഹ് പറയുകയാണ്, ഖുൽതുഹു കുൻ ഫകാന, ഞാൻ എല്ലാ വസ്തുവിനോടും ഉണ്ടാകണേ എന്ന് പറയുക മാത്രമാണ് ചെയ്തത്. ഫകാന, അതങ്ങനെ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ മനുഷ്യനെ, നിന്നെ ഞാൻ എന്റെ കൈ കൊണ്ടാണ് സൃഷ്ടിച്ചത്. കണ്ടോ, ബാക്കിയെല്ലാം കുൻ ഫയകൂൻ. കുൻ എന്നൊരു വാക്കോട് ഉപയോഗിക്കും. അത്ര വലിയ മഹത്വ അല്ലാഹ് മനുഷ്യന് നൽകിയത്. മലക്കുകൾക്ക് പോലും ഇത് ഇഷ്ടമായില്ല, മലക്കുകൾക്ക് പോലും ഇഷ്ടമല്ല. മനുഷ്യൻ ഇത്ര പദവി കൊടുത്തോ, മനുഷ്യർക്ക് ഇത്ര പദവി കൊടുത്തോ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സഹാബത്തിനോട് പറയുകയാണ്, മാലാഖമാർ അല്ലാഹുവിനോട് ആവലാതിപ്പെടുകയാണ്, റബ്ബനാ, പടച്ചവനെ, ഖലഖതനാ വ ഖലഖത ബനി ആദമ, ആദമിന്റെ മക്കളെയും ഞങ്ങളെയും നീ തന്നെയാണ് സൃഷ്ടിച്ചത് തമ്പുരാനെ. ആദമിനെ സൃഷ്ടിച്ചത് നീയാണ്, ആദമിന്റെ മക്കളെ സൃഷ്ടിച്ചത് നീ, ഞങ്ങളെന്ന് പറയുന്ന മാലാഖമാരെയും സൃഷ്ടിച്ചത് നീയാണ്. പക്ഷേ ഞങ്ങളിൽ ഇല്ലാത്ത ചില ഗുണങ്ങൾ അവർക്ക് നീ നൽകിയില്ലേ. വഖദ് ജഅൽതഹും, അവർക്ക് നീ നൽകിയില്ലേ, യഅകുലൂന തആം, അവർ ഇഷ്ടമുള്ള വിഭവങ്ങൾ അവർ ഭക്ഷിക്കാറുണ്ട്. വയശ്റബൂന ശറാബ്, അവർക്ക് ഇഷ്ടമുള്ള പാനീയങ്ങൾ കുടിക്കാനുള്ള അവസരം നീ നൽകിയില്ലേ. വയതസവ്വജൂൻ, അവർ വിവാഹം കഴിക്കുകയാണ്. വയതസവ്വജുൻ നിസാ, അവർ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നു. വയർകബൂന ദവാബ്, അവർ പല പല വാഹനങ്ങളിലും യാത്ര ചെയ്യുന്നവരാണ്. വയനാമൂന വയസ്തരീഹൂൻ, അവർ ഉറങ്ങുന്നു, അവർ വിശ്രമിക്കുന്നു, അവർ കഴിക്കുന്നു, അവർ രസിക്കുന്നു, അവർ രമിക്കുന്നു. ഇത്രത്തോളം മഹത്വം നീ അവർക്ക് ചെയ്തില്ലേ. അതുകൊണ്ട് ഫജ്അല്ലഹും അദ്ദുനിയാ ഫജ്അൽ ലനാ അൽ ആഖിറ, ആഖിറത്തിന്റെ രസങ്ങൾ കണ്ടവരാണ് മലക്കുകൾ, സ്വർഗ്ഗത്തിന്റെ രസാനുഭൂതികൾ കണ്ടവരാണ് മാലാഖമാർ. അതുകൊണ്ട് മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബേ, ഈ ദുനിയാവിലുള്ള നിന്റെ ദാസന്മാർക്ക്, ഈ മനുഷ്യവർഗത്തിന് ഭൗതികമായ ദുനിയാവ് നീ കൊടുക്ക് പടച്ചവനെ. ഭൗതികമായ ആഡംബരങ്ങൾ അവർക്ക് നൽകണേ അല്ലാഹ്. ഫജ്അൽ ലനാ അൽ ആഖിറ, ആഖിറം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ദുനിയാവ് നീ അവർക്ക് നൽകണേ റബ്ബേ. മാലാഖമാര് അസൂയ കൊണ്ട് അല്ലാഹുവിനോട് പറയുകയാണ്, ലോകത്തിന്റെ രക്ഷിതാവായ പടച്ചവൻ, മാനവ സമൂഹത്തെ സൃഷ്ടിച്ച് സംഹരിച്ച സംഹാരകർത്താവ്, ബ്രഹ്മാണ്ഡ കടാഹത്തെ സൃഷ്ടിച്ച സംഹാരകർത്താവ്, ആ പടച്ച തമ്പുരാൻ മലക്കുകളോട് പറയുകയാണ്, ഹേ മലക്കുകളെ, എന്റെ സ്വന്തം കൈകൊണ്ട് എന്റെ നേതൃത്വത്തിൽ ഞാനായിട്ട് സൃഷ്ടിച്ച എന്റെ മനുഷ്യവർഗത്തെ ദാസന്മാരെ ഒരിക്കലും നിങ്ങളോട് പറഞ്ഞതുപോലെ കുൻ ഫകാന ആ ഒരു വർഗത്തിൽ പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് മലക്കുകളെ, നിങ്ങളെക്കാൾ അവർക്ക് ഞാൻ സ്ഥാനമാനങ്ങളും പദവികളും നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളതിൽ അസൂയപ്പെടേണ്ടതില്ല. പറഞ്ഞ വാക്കാണ്. എത്ര വലിയ മഹത്വം മനുഷ്യർക്ക്, എത്ര വലിയ മഹത്വം. സുഹൃത്തുക്കളെ, നമുക്ക് അല്ലാഹു തആല നൽകിയ കണങ്കാലിന് മുകളിൽ വസ്ത്രം ധരിക്കണമെന്ന് നബിതങ്ങൾ പറഞ്ഞപ്പോ അതാരും കേട്ടൂല. ഇപ്പോ ആണും പെണ്ണും കണങ്കാലിന് മുകളിലുള്ള വസ്ത്രം, പാന്റ്. ഇപ്പൊ അങ്ങനത്തെ പാന്റാണ്, കണങ്കാലിന് മുകളിലാണ് ആണിന്റെയും പെണ്ണിന്റെയും. എങ്ങനെയുണ്ട്? അള്ളാഹും റസൂലും പറഞ്ഞാൽ നമുക്ക് പറ്റൂല. ഇവിടുത്തെ മോഡേണിസ്റ്റുകൾ പറയുമ്പോ, അവര് കാണിക്കുമ്പോ, ഫിലിം സ്റ്റാറുകൾ കാണിക്കുമ്പോ അവര് കാണിക്കുന്നതാണ് മാതൃക. ഇവിടെയാണ് പാളിച്ച സംഭവിച്ചു പോയത്, ഇവിടെയാണ് പിഴച്ചു പോകുന്നത്. അതുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് പ്രവേശിക്കുക. നമ്മൾ പൂർണ്ണമായിട്ടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ,
പരിശുദ്ധമായ ഖുർആൻ നിങ്ങളോട് നമ്മളോട് നൽകുന്ന ഉപദേശമാണ് സഹോദരങ്ങളെ. ഖുർആൻ പറയുന്ന പ്രഖ്യാപനം എന്താണ്? ദുഖുലൂ ഫിസ്സിൽമി കാഫ, പരിപൂർണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കണേ. ഞാനൊരു മുസ്ലിം എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. ഇസ്ലാമിക ആശയാദർശങ്ങൾ എന്താണ്? അല്ലാഹു ആരാണ്, അവന്റെ റസൂൽ ആരാണ്, ഈ ലോകത്തിന്റെ ആയുസ് എത്രയാണ്, ഇനി നമ്മൾ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയാൽ നമ്മൾ അധിവസിക്കേണ്ട മറ്റൊരു ലോകം എന്താണ്, അതിനെക്കുറിച്ച് വല്ല ചർച്ചയുണ്ടോ, അതിനെക്കുറിച്ച് വല്ല ഓർമ്മയുണ്ടോ? അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനം സ്വീകരിക്കണേ, ശിരസാ വഹിക്കണേ, അത് ഉൾക്കൊള്ളണേ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്, നിങ്ങൾ മുസ്ലിം അല്ലാതെ മരിക്കരുതേ, മുസ്ലിം അല്ലാതെ മരിക്കരുതേ. അള്ളാഹുവിന്റെ ഓർഡറാണ്, അള്ളാഹുവിന്റെ ഓർഡറാണ്. പടച്ചവൻ നമ്മളോട് കൽപ്പിക്കുന്ന കൽപ്പനയാണ്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നമ്മൾ പാസ്പോർട്ടിൽ മുസ്ലിമാണ്, ആധാറിൽ മുസ്ലിമാണ്, ലൈസൻസിൽ മുസ്ലിമാണ്, റേഷൻ കാർഡിൽ മുസ്ലിമാണ്. പക്ഷേ അള്ളാഹു നമ്മളെ മുസ്ലിമായിട്ട് അംഗീകരിക്കണം. ആ അള്ളാഹു അംഗീകരിക്കുന്ന മുസ്ലിമിനെയാണ് അള്ളാഹ്ക്ക് വേണ്ടത്. ചെറുപ്പക്കാരാ, അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ ഈ വാക്കുകളെ സ്വീകരിച്ചുകൊണ്ട് പരിപൂർണമായി ഇസ്ലാമിലേക്ക് കയറി വരണമേ. കേവലം ഒരു ബർമൂഡ ഇട്ടിട്ട് നടക്കാനല്ല അള്ളാഹു അവന്റെ റസൂലും നിന്നെ പഠിപ്പിച്ചത്. മുട്ടുപൊക്കളിനിടയിൽ നിന്റെ ഔറത്താണ്, ആ ഔറത്ത് നീ വെളിപ്പെടുത്തരുത്. ഔറത്ത് വെളിപ്പെടുത്തേണ്ട ഒരു ഗതികേട് ഈ സമുദായം കൊണ്ടുവന്നപ്പോഴാണ് നമ്മുടെ പൊന്നുമക്കളായ സ്ത്രീകളും നമ്മുടെ സഹോദരിമാരും തലമറച്ചുകൊണ്ട് സ്കൂളുകളിലും കോളേജുകളിലും പോകുമ്പോ തലമറയ്ക്കരുത്, തലമറയ്ക്കരുത്, തലമറയ്ക്കരുത് എന്ന് പറഞ്ഞ പടഹധ്വനിയുമായി ഒരു കൂട്ടം ഫാസിസ്റ്റുകൾ രംഗത്തേക്ക് കടന്നു വന്നത് ഇന്ന് വരെ നമ്മുടെ ചരിത്ര പാരമ്പര്യമാണ്. ഖുർആനിന്റെ പ്രഖ്യാപനമാണ്, ഖുർആൻ കൊണ്ടുള്ള ഉദ്ധരണിയാണ്, ഖുർആനിന്റെ നസ്സാണ്. ഒരു പെണ്ണ് ഹിജാബ് ധരിക്കണം എന്നുള്ളത് റസൂലുള്ളാഹി തങ്ങളുടെ വാക്കല്ല. ലോകത്തെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ, മാനവ സമൂഹത്തെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ, സ്ത്രീ സമൂഹത്തെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ, അവൻ തന്നെയാണ് അവർക്കുള്ള വസ്ത്രങ്ങളെ കുറിച്ചും ഖുർആനിലൂടെ പ്രതിപാദിച്ചത്. എങ്കിൽ പുരുഷന്മാരെ, നിങ്ങൾക്കുള്ള വസ്ത്രങ്ങളെ കുറിച്ചല്ല ഖുർആൻ പറഞ്ഞത്. ഈ ഇരിക്കുന്ന സ്ത്രീ സമൂഹത്തെ കുറിച്ച്, വിശ്വാസിനികളായ സ്ത്രീ സമൂഹത്തെ കുറിച്ചാണ് ഖുർആൻ പ്രതിപാദിച്ചത്. വിശ്വാസമില്ലാത്ത സ്ത്രീ സമൂഹത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടില്ല. വദഖല നിസ്വത്തും മിൻ ബനി തമീം അലാ ഉമ്മിൽ മുഅ്മിനീന ആയിഷ. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സവിധത്തില് ഒരു വിഭാഗം സ്ത്രീകൾ കടന്നു വരികയാണ്. വഅലൈഹിന്ന സിയാബുൻ റിഖാഖ്, നേർമയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിയുടെ സവിധത്തിലേക്ക് കടന്നു വന്നത്. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയതമയാണ് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ. അല്ലാഹുവിന്റെ റസൂലിന്റെ താങ്ങും തണലുമായിരുന്നു. ലോകത്ത് ഏതൊരു പെണ്ണാണ് 2365ഓളം ഹദീസ് മനപ്പാടമാക്കിയത്? ലോകത്ത് എന്താണ് ജീവിതമെന്നും ആരാണ് പെണ്ണെന്നും ആരാണ് കുടുംബിനിയെന്നും ഒരു ഉത്തമ കുടുംബ ഭർത്താവ് ആരാണെന്നും വളരെ വ്യക്തമായി ഹബീബായ തങ്ങളുടെ കൂടെ കിടന്ന് പഠിച്ചവരാ മഹദിയായ ആയിഷ. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സവിധത്തിലാണ് ബനൂ തമീമിൽപ്പെട്ട കുറെ സ്ത്രീകളെ കടന്നു വന്നത്. വളരെ നേർത്ത വസ്ത്രങ്ങളുമായിട്ടാണ് ബഹുമാനപ്പെട്ട ആയിഷ ബീവിയുടെ സവിധത്തിലേക്ക് കടന്നു വന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരോട് പറഞ്ഞത് എന്തെന്നറിയോ? ഇൻ കുൻതുന്ന മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ ഫലൈസ ഹാദാ ബിലിബാസിൽ മുഅ്മിനാത്ത്. ലോകത്തിന്റെ പ്രിയതമയാണ്, നമ്മുടെ ഉമ്മയാണ്, നമ്മുടെ മാതാവാണ് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. ഏത് ആയിഷ സിദ്ദീഖയാണെന്നറിയോ? അപരാധത്തിന്റെ പേരിൽ കുടുങ്ങിപ്പോയ മഹദിയുണ്ടല്ലോ, ബനൂ മുസ്തലിഖ് യുദ്ധം കഴിഞ്ഞിട്ട് ഒറ്റപ്പെട്ട് വിജനമായ സ്ഥലത്തിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട പരിശുദ്ധ പ്രവാചകൻ ബഹുമാനപ്പെട്ട സഹാബിയെ അയക്കുന്നത്. ആ സഹാബി കടന്നു വരുമ്പോ
ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മുഖം തുറന്ന അവസ്ഥയിലാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഈ സ്വഹാബിയെ കണ്ടപ്പോൾ ആ മുഖം മക്കനെ താഴ്ത്തിയിടുകയാണ്. ഒരു അന്യപുരുഷനാണ്, ഒരു അന്യപുരുഷനെ കാണാൻ പാടില്ല. സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു കടന്നു വന്നത്. ആ സഫ്വാൻ ഇബ്നു മുഅത്തലിനെ കണ്ടപ്പോ തന്റെ മുക്കാട് താഴേക്ക് വലിച്ചിടുകയാണ് മഹദിയായ ആയിഷ ബീവി ചെയ്തത്. ആ കാലഘട്ടത്തിൽ ഹിജാബ് അല്ലാഹു അനുവദിച്ചിരിക്കുകയാണ്. ആരാലും എതിർക്കപ്പെട്ടാലും, ഏത് കോടതി പറഞ്ഞാലും, ഏത് ഭരണകൂടം എതിർത്താലും അത് മുസൽമാന്റെ അന്തസ്സും അഭിമാനവുമാണ്, അഭിവാജ്യ ഘടകമാണ്. അത് ഒഴിവാക്കിക്കൊണ്ടൊരു യാത്ര ഒരു പെണ്ണിനും ഭൂഷണമേ അല്ല. അത് ഖുർആനിന് എതിരാണ്, അത് നസ്സിന് എതിരാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗം പെൺകുട്ടികളാണ് ആയിഷ ബീവിയുടെ സവിധത്തിലേക്ക് കടന്നു വന്നപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, ഏ സ്ത്രീകളെ, നിങ്ങൾ സത്യവിശ്വാസിനികളാണോ എങ്കിൽ നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം നിങ്ങൾക്ക് യോജിച്ചതല്ല. വീണ്ടും മഹദി അവர்கள் പറയുകയാണ്, ഇൻ കുൻതുന്ന ലൈസ മുഅ്മിനാത്തിൻ, നിങ്ങൾ ഇനി സത്യവിശ്വാസിനികളല്ല എങ്കിൽ ഫതമത്തഅന ബിഹി, ഈ വസ്ത്രം നിങ്ങൾ ധരിച്ചോ, ഈ വസ്ത്രത്തിലൂടെ നിങ്ങൾ സുഖം അനുഭവിച്ചോ. കാരണം ഇത് ഒരു മുസ്ലിം പെണ്ണിന്റെ വേഷമല്ല, ഒരു മുസ്ലിം സ്ത്രീയുടെ വേഷമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് ധരിക്കാം. ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, ഇന്ന് ഇറങ്ങിയതല്ല, ഇത് അന്നേ ഇറങ്ങിയ വാക്ക് തന്നെയാണ്, അന്നേ ഇറങ്ങിയത് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ അന്തസ്സും അഭിമാനവുമാണത്, അത് കീപ്പ് ചെയ്യണം. അങ്ങനെയുള്ള അന്തസ്സും അഭിമാനവും ഔറത്തിനെ തുറന്നു മാറ്റാൻ ഒരു മുസ്ലിം പെണ്ണ് തയ്യാറായപ്പോ ഗവൺമെന്റിനെ കൊണ്ട് പറയിക്കുകയാണ് അല്ലാഹ്, കോടതിയെ കൊണ്ട് പറയിക്കുകയാണ് അല്ലാഹ്, തട്ടം നീ ഇടേണ്ടതേ ഇല്ല. മുസ്ലിം ഉമ്മത്തിന് താല്പര്യമില്ല. സിഖുകാരുടെ തലപ്പഴിച്ചു മാറ്റാൻ ആർക്കെങ്കിലും പറയാൻ അവകാശമുണ്ടോ? സിഖുകാരുടെ തലപ്പഴിച്ചു മാറ്റാനും അവന്റെ ദാടി വെട്ടാനും ആർക്കും പറയാൻ അവകാശമില്ല, പറയൂല. കാരണം അവരുടെ ആദർശാണ്, അവരെവിടെ പോയാലും അത് പറയും. അതുകൊണ്ട് അമേരിക്കക്കാരിലുള്ള മിലിറ്ററിയിൽ പോലും സിഖുകാരുണ്ടെങ്കിൽ അവരുടെയും വേഷം ആ തലപ്പാവാണ്, അവരുടെ ആദർശ. മുസ്ലിം പെണ്ണുങ്ങളുടെ ആദർശമാണ് തലപ്പ, അവർ തല ധരിക്കുക, തലമറയ്ക്കുക എന്നുള്ളത്. അത് ഹിജാബ് ഇസ്ലാമിന്റെ ആദർശമാണ്. അത് ആരെങ്കിലും പറഞ്ഞതിന്റെ പേര് എടുത്ത് കളയല്ല. പിന്നെ കുറെ വിവരമില്ലാത്ത മുസ്ലിം പെണ്ണുങ്ങൾ ടിവിയുടെ മുന്നിൽ കയറി നിന്നിട്ട് പ്രശ്നമൊന്നുമില്ല, തലമറയ്ക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അവള് മുസ്ലിം അല്ല. അവളുടെ പേര് കൊണ്ട് മുസ്ലിം ആയതുകൊണ്ട് നമുക്കെന്ത് അവകാശം? പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യം ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ കാഫിറാണ്, ഇസ്ലാമിന്റെ പുറത്താണ്. അവൻ മുസൽമാനായിട്ട് ഇസ്ലാമായിട്ട് യാതൊരു സ്ഥാനവുമില്ല. ഖുർആനിനെതിരെ പറഞ്ഞാൽ ഇത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് ഹിജാബ് എന്ന് പറയുന്നത്. ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അല്ലാഹു ഖുർആന്റെ പല ഭാഗങ്ങളിലൂടെ ആ ഭാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. കുല്ലിൽ മുഅ്മിനാത്ത് യഗ്ളുന്ന മിൻ അബ്സാരിഹിൻ വയഹ്ഫൾന ഫുറൂജഹുൻ വലാ യുബ്ദീന സീനതഹുൻ ഇല്ലാ മാ ളഹറ മിൻഹാ വൽയഖ്റുജ്ന ഇല്ലാ വൽയദ്രിബ്ന ബിഖുമുരിഹിൻ അലാ ജുയൂബിഹിൻ. സൂറത്ത് നൂറിലൂടെ അല്ലാഹു തആല പറയുകയാണ്, നിങ്ങളുടെ മുഖം മക്കനെ നിങ്ങൾ താഴേക്ക് വലിച്ചിടണേ, നിങ്ങളുടെ തല തുറന്ന് നിങ്ങൾ നടക്കരുതേ, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ സൗന്ദര്യം നിങ്ങൾ വെളിവാക്കരുതേ, പ്രദർശിപ്പിക്കരുതേ. ഖുർആനിന്റെ നസ്സാണ് മോളെ ഇത്. നമ്മളാരും പറഞ്ഞാൽ നബിതങ്ങൾ പറഞ്ഞല്ല, ഖുർആനാണ്. ഖുർആനിനെതിരെ ഭരണം ഇസ്ലാമിന്ന് പുറത്താണ്. ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യം ആരെങ്കിലും എതിർത്താൽ പോയി. എന്തിനാണ് നമ്മൾ ഇവിടെ വാതിനി മറകെട്ടിയത്? ഇതിന്റെ ആവശ്യം എന്താണ്? തൊട്ടപ്പുറത്താണ് നമ്മുടെ നാരിമാരിരിക്കുന്നത്. ഇത് ഖുർആനിന്റെ നസ്സാണ്, പ്രത്യേകമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. വൈദാ സഅൽതുമൂഹുന്ന മതാ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. നിങ്ങൾ എന്തെങ്കിലും ഒരു സ്ത്രീയോട് ചോദിക്കണമെങ്കിൽ നിങ്ങൾ ആ മറയ്ക്കപ്പുറത്ത് നിന്ന് ചോദിക്കണേ. അവരുടെ അടുത്തേക്ക് പോയി ചോദിക്കാനല്ല പറഞ്ഞത്, അവരുടെ അരികിൽ പോയി മുഖം തുറന്നു നോക്കിയിട്ട് ചോദിക്കാനല്ല പറഞ്ഞത്. എന്തിനാണ് നമ്മൾ ഇവിടെ ഒരു മറ കൊണ്ട് രണ്ടുപേരെയും വേർതിരിച്ചതെങ്കിൽ ഇത് ഖുർആനിന്റെ പ്രഖ്യാപനമാ. വല്ലതും പറയണമെങ്കിൽ മറയ്ക്ക് പുറത്ത് നിന്ന് നിങ്ങൾ പറയണേ പരിശുദ്ധ ഖുർആൻ. പ്രഖ്യാപനല്ലേ, ആർക്കെങ്കിലും തട്ടിക്കളയാൻ പറ്റുമോ? ഖുർആനിന്റെ പ്രഖ്യാപനമാണ്.
അല്ലാഹുവിനെ ഭയമുള്ളവരുടെ വസ്ത്രമാണ് ഹിജാബ് എന്ന് പറയുന്നത്. യാ ബനീ ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷാ വലിബാസു തഖ്വാ ദാലിക ഖൈർ വലിബാസു തഖ്വാ ദാലിക ഖൈർ. തഖ്വയുടെ സൂക്ഷ്മതയുടെ വസ്ത്രമാണ് ഈ സ്ത്രീകളെ നിങ്ങൾ ധരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ദ്രോഹിക്കപ്പെടാതിരിക്കാൻ, നിങ്ങൾ ഒരിക്കലും ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ പരിപൂർണമായ സുരക്ഷിതമായ വസ്ത്രമാണ് അല്ലാഹു നിങ്ങൾക്ക് നൽകിയതെന്ന് ഖുർആൻ പ്രഖ്യാപിക്കുമ്പോ ആ മഹനീയമായ വസ്ത്രത്തെ തന്റെ തലയിൽ എടുത്തു വെക്കാനും തന്റെ ശരീരത്തിൽ നിന്ന് കീറിക്കളയാനും തന്റെ ശരീരത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞിട്ട് മോഡേണിസ്റ്റുകളും ഓരോ ലേഡികളും ധരിക്കുന്നത് കണ്ടിട്ട് യൂറോപ്യൻ സംസ്കാരത്തെ തന്റെ ജീവിതത്തിലേക്ക് കിടപിടിച്ചിട്ട് പാന്റും ഷർട്ടും ഇട്ട് ടീഷർട്ടും ജീൻസും ഇട്ട് നടക്കാൻ മുസ്ലിം പെണ്ണെ നീ തയ്യാറായപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്റെ അധികാരികളെ കൊണ്ട് പരസ്യമായിട്ട് പറയിച്ചു, ഇനി ഒരു മുസ്ലിം പെണ്ണും തലയിൽ തട്ടമിടുകയേ വേണ്ട. നിന്നെ പറ്റി കുറെ ശൈത്താങ്ങൾ പെണ്ണുങ്ങള് ഇതിന്റെ പിറകെ ഞാൻ തലയിൽ തട്ടേണ്ടെന്ന് പറഞ്ഞപ്പോ ഇറങ്ങിയപ്പോ അല്ലാഹു തആല അവരെ കൊണ്ട് പറയിപ്പിച്ചു വേണ്ട. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മളത് മനസ്സിലാക്കണം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ യുവാക്കൾ, അല്ലാഹു തആല നിങ്ങളെ ആദരിച്ചു ബഹുമാനിച്ചു. പക്ഷെ നിങ്ങൾക്ക് നല്ല ആരോഗ്യം തന്നു, നല്ല കഴിവ് തന്നു, സൗന്ദര്യം തന്നു. പക്ഷെ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ വസ്ത്രം കൊണ്ട് മലീമസമാക്കുക, തകർത്ത് കളയുകയാണ്. അതാ ഖുർആന്റെ ചോദ്യം. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബികൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ ഐ സൂറത്തിൻ മാ ശാഅ റക്കബക്. മോനെ, എത്ര സൗന്ദര്യവാനായിട്ടാണ് അല്ലാഹു നിന്നെ സൃഷ്ടിച്ചത്. മൃഗങ്ങളെ പോലെ അല്ല നിന്നെ സൃഷ്ടിച്ചത്. അല്ലാഹു തആല മനുഷ്യന് നൽകിയ അനുഗ്രഹം എന്തെന്ന് പറയൂ. പരിശുദ്ധമായ ഖുർആൻ പരിശോധിച്ചാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യന് ബുദ്ധി നൽകി അനുഗ്രഹിച്ചു, ആദരിച്ചു എന്നത് ഏറ്റവും വലിയ തൗഫീഖാണ്, ഏറ്റവും വലിയ ഭാഗ്യമാണ്. ബുദ്ധി അല്ലാഹു തആല നൽകി, അതിലൂടെ അറിവ് അല്ലാഹു തആല നൽകി. വേറെ ആർക്കുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങളാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു തആല മനുഷ്യർക്ക് ചെയ്യുന്നുണ്ട് അവന്റെ അവയവങ്ങളിൽ. പക്ഷെ നമുക്ക് നമ്മുടെ വില അറിയുന്നില്ല. കണ്ണിനെ കുറിച്ച് നമുക്ക് ഒരു വിവരവുമില്ല, അതിനെ കുറിച്ച് നമുക്കൊരു വിവരവുമില്ല, കൈകളെ കുറിച്ച് നമുക്കൊരു വിവരവുമില്ല. നമ്മുടെ ഹാർട്ടിന് വല്ല പ്രശ്നമുണ്ടെങ്കിൽ മാത്രമാണ് അതിന് നമ്മൾ ഗവൺമെന്റ്, അതിന് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി അതിന് ലക്ഷോപലക്ഷം ബില്ലടയ്ക്കുമ്പോഴാണ് ഒരു ഹാർട്ടിന്റെ, ഒരു വാൽവിന്റെ വില നമ്മൾ മനസ്സിലാക്കുക. ഡയാലിസിന് പോകുന്നവർക്ക് ആ കിഡ്നിയുടെ വില മനസ്സിലാവുകയുള്ളൂ. ഓർക്കണേ സഹോദരങ്ങളെ, ഇതൊന്നുമില്ലാതെ പടച്ച തമ്പുരാൻ الذي خلق فسوى والذي قدر فهدى. എത്ര മനോഹരമായിട്ട് അല്ലാഹു നിന്നെ സൃഷ്ടിച്ചു, എത്ര സുന്ദരനാക്കി സൃഷ്ടിച്ചു, എത്ര സുന്ദരിയാക്കി അല്ലാഹു തആല സൃഷ്ടിച്ചു. അതൊക്കെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെച്ച് അല്ലാഹു തആല നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്നു. ഏറ്റവും കൂടുതൽ പടച്ചവൻ ചെയ്ത നിഅമത്ത് ചെവിയാണ്, കാത്. ഖുർആനിന്റെ പല ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളി. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണ്, കാത് എന്ന വിഷയത്തിൽ പറയുമ്പോൾ കൂടുതലും ആദ്യം അല്ലാഹു മുന്തിക്കുന്നത് കാതുകൾ എന്നാണ്, ചെവി എന്നാണ്. കാരണം നമുക്ക് ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ നമുക്ക് ചെവിയിലൂടെ പലതും കേൾക്കാൻ പറ്റും. കണ്ണ് അങ്ങനെ കാണൂല, കണ്ണ് കാണലല്ല. എന്നാലോ മൃഗങ്ങളെ അപേക്ഷിച്ചിടത്തോളം അങ്ങനെയല്ല സംഭവം. അല്ലാഹു തആല എല്ലാ ബുദ്ധിയും കൊടുത്തിട്ടാണ് അവർ പുറത്തേക്ക് വരിക. മൃഗങ്ങൾ എല്ലാ ബുദ്ധിയും കൊടുത്തിട്ടാണ് അവർ പുറത്തേക്ക് വരിക. എന്നാൽ മനുഷ്യനെ അപേക്ഷിച്ചിടത്തോളം അങ്ങനെയല്ല. പുറത്തേക്ക് വരുമ്പോഴാണ് അല്ലാഹു തആല അവന് കൊടുക്കുക ബുദ്ധി. അതാണ് അതിന്റെ വ്യത്യാസം. മൃഗങ്ങൾ അങ്ങനെയല്ല. നമ്മളിപ്പോ ആടിനെ കണ്ടില്ല, ആട് മൂത്രം ഒഴിക്കുന്ന സ്ഥലത്ത് അത് മൂത്രം ഒഴിക്കും. ആട് അതിന്റെ ആട്ടിന്റെ കൂട്ടിൽ കൊണ്ട് കയറ്റുമ്പോ, ഒരു പശുവിനെ അപേക്ഷിച്ചിടത്തോളം ആ പശു പ്രസവിച്ചു കഴിഞ്ഞാൽ, കാട്ടിലെ പശു, നാട്ടിലെ പശു, രണ്ട് രീതിയിലെ പശുവുണ്ട്. നാട്ടിലുള്ള പശു പ്രസവിച്ചു കഴിഞ്ഞാൽ നക്കി തുടച്ച് അതിനെ ക്ലിയർ ആക്കി എടുക്കും. ആടുകളും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോഴത്തേക്ക് തന്നെ നടന്നു പോകും. അതിന് തന്നെ അറിയാം ആ കുട്ടി എങ്ങനെയാണ് ഇതിന്റെ തർത്തീബ് എന്നുള്ളത്. നമ്മൾ അങ്ങനെയാണോ? എന്തെങ്കിലും പ്രശ്നം നമ്മൾ ഇൻക്യുബേറ്ററിലൊക്കെ കൊണ്ടുവെക്കും. അപ്പൊ മൃഗങ്ങൾ അതിനെ നക്കി തുടച്ച് അങ്ങനെ തന്നെ അതിനെ നന്നാക്കി എടുക്കും. എന്നാൽ കാട്ടിലൊരു പശുവുണ്ട്. ആ കാട്ടിലെ പശു അത് പ്രസവിച്ച ഉടനെ അതിന്റെ കുട്ടി 100 മീറ്റർ വേഗതയിൽ ഓടിപ്പോകും.
നക്കാൻ പറ്റൂല. കാട്ടിലെ പശുവിന്റെ നാവിന് അരം കൂടുതൽ. إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا. സമീഅൻ ബസീറ. അല്ലാഹു ആദ്യം ഉപയോഗിച്ചു നോക്ക് സമഅ. പരിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമല്ലേ? വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ وجعل لكم السمع والبصر والفؤاد وجعل لكم السمع والبصر. അവിടെയും അല്ലാഹു തആല ഉപയോഗിച്ചു. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഒന്നും അറിയില്ല. ലാ തഅലമൂന ശൈആ. നിങ്ങളൊരു എഞ്ചിനീയറും അല്ല, നിങ്ങളൊരു ബീവറും അല്ല, നിങ്ങളൊരു കാട്ടിലെ എഞ്ചിനീയറും അല്ല, ഒന്നുമല്ല. നിനക്കൊന്നും അറിയില്ല. അള്ളാഹുവാണ് പിന്നീട് നിനക്ക് ഇൽമ പഠിപ്പിച്ചത്. അള്ളാഹുവാണ് നിനക്ക് പിന്നീട് ഇൽമ പഠിപ്പിച്ചത്. ഈ അറിവ് പകർന്നു തരാൻ നിനക്ക് ബുദ്ധി വേണം, അഖിൽ വേണം. ഈ അഖിൽ നൽകിയത് ആരാണ്? ഈ ചെറുപ്പക്കാരൻ നൽകിയ അഖിൽ ആരാണ് നൽകിയത്? അല്ലാഹു തആല ഇവർക്ക് കൊടുത്ത ബുദ്ധി അതാണ്. ഏറ്റവും വലിയ ബുദ്ധിയാണ് അല്ലാഹു തആല. അഖിൽ അല്ലാഹു തആല നൽകി. പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനം അത് തന്നെയാണ്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. കണ്ടോ, ബുദ്ധിയുള്ളവർക്കാണ് ഇൽമ കിട്ടുക. ബുദ്ധിയുള്ളവർ വക്കരെടുക്കാനായി. അപ്പൊ നമ്മൾ ഈ സഹോദരിമാരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആളന്മാർക്ക് മൂല്യന്മാർക്ക് സീരിയൽസ് എന്താണ് ഈ പറയുന്നത്? നമുക്ക് ഇങ്ങനെ ഒരു ഉപദേശം നമ്മൾ നൽകുന്നത് പറഞ്ഞാൽ നിന്റെ ഉള്ളിൽ കിടക്കുന്ന കുട്ടി നിനക്ക് അനുകൂലമാകണം, നിനക്ക് പ്രതികൂലമാകരുത്. അതിനാണ് ഈ പറഞ്ഞു തരുന്നത് ഉപദേശം. ഖുർആനിന്റെ പല ഭാഗങ്ങൾ പരിശോധിച്ചു. ആദ്യം അള്ളാഹ് കാത്, ചെവി എന്നാ പറയുന്നത്. ആദ്യം കേൾക്കുന്നതാണ്, ഒരു കുട്ടി കേൾക്കുന്നതാണ്. അതുകൊണ്ടാ പറയുന്നത്, നിങ്ങളത് കേൾക്കുന്ന സമയത്ത് പാട്ട് പാടുമ്പോൾ അല്ലെങ്കിൽ ഡാൻസ് കളിക്കുമ്പോൾ ഇതൊക്കെ ഈ കുട്ടി ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ കുട്ടി വളർന്നു വരുമ്പോൾ അതിനോടായിരിക്കും ഇതിന് താല്പര്യം കൂടുതൽ. ഖുർആനുമായുള്ള ബന്ധം സ്ഥാപിക്കണേ, ഖുർആനുമായുള്ള ബന്ധം ഉണ്ടാക്കി കൊടുക്കണേ. ഒരു ഗർഭിണിയായ സഹോദരി ഈമാനുള്ള കുട്ടിയായി ജ്വലിക്കട്ടെ. ആ കുട്ടി വേണം നിന്നെ പരിപാലിക്കാൻ, ആ കുട്ടി വേണം നിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ. അള്ളാന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ആ കുട്ടി വേണം നിനക്ക് സിയാറത്ത് ചെയ്യാൻ. ആ കുട്ടി വേണം നിന്റെ ഖബറിന്റെ അരികിലേക്ക് വന്നിട്ട് അല്ലാഹുമ്മർഹം ലി ഉമ്മി, എന്റെ ഉമ്മയ്ക്ക് നീ പൊറുക്കണേ പടച്ചവനെ. അല്ലാഹുമ്മർഹം ലി അബീ, എന്റെ ഉപ്പക്ക് നീ പൊറുക്കണേ പടച്ചവനെ. ഉമ്മയെക്കാളും ഉപ്പയെക്കാളും ഒരു കുഞ്ഞിന് ഏറ്റവും കൂടുതൽ ബന്ധം ഉമ്മയോടാണ്. കാരണം നമ്മുടെ മക്കൾ കുതന്ത്രം കാണിക്കുമ്പോ, നമ്മുടെ മക്കൾ ശാഠ്യം പിടിക്കുമ്പോ ഉപ്പയോടല്ല പോയി ചോദിക്കുന്നത്, ഉമ്മയോടാണ് പോയി ചോദിക്കുക. എന്തെങ്കിലും ആവശ്യം വേണമെങ്കിൽ, മിഠായി വേണം, അല്ലെങ്കിൽ വസ്ത്രം വേണം, അല്ലെങ്കിൽ ബൈക്ക് വേണം, എന്തെങ്കിലും വാപ്പയോടല്ല പോയി ചോദിക്കുക. ഉപ്പയോട് പോയി ചോദിച്ചാൽ ഉപ്പ അതിനെ തർക്കുത്തരം പറഞ്ഞ് തടയും. ഉമ്മയോട് പോയി ചോദിച്ചാൽ ഉമ്മ തർക്കുത്തരം പറയൂല. ഉമ്മ ചേർത്ത് വിളിച്ചിട്ട് മോനെ ഞാൻ ശരിയാക്കി തരാം, നീ കുറച്ച് സബൂറാക്ക്. അതാണ് അറബിയിൽ ഉമ്മും അബും തമ്മിൽ വ്യത്യാസം അറിയോ നിങ്ങൾക്ക്? അറബിയിൽ നമുക്ക് ഉമ്മ എന്നാ പറയാ. ഉമ്മ എന്ന് പറഞ്ഞാൽ അമ്മ എന്നതിന്റെ അർത്ഥം ചേർത്ത് പിടിക്കുക എന്നാണ് അറബി ഭാഷയിൽ. അമ്മ ചേർത്ത് പിടിക്കുക. അബുൻ എന്ന് പറഞ്ഞാൽ അബാ, തടയും. എന്ത് കാര്യത്തിനും തടസ്സാണ്. നീ ഇപ്പൊ ഒന്നും ഉണ്ടണ്ട, നീ പഠിക്ക്, ഫുൾ A+ വന്നാൽ ഞാൻ വാങ്ങിത്തരും. ഇപ്പൊ നീ എന്റെ വണ്ട നിക്കൽ ദേഷ്യപ്പെടും. ഉമ്മാക്ക് ഒരു ലാപ്ടോപ്പ് വേണോ ഉമ്മച്ചി എന്ന് പറ. മക്കളിപ്പോ ഞാനത് പയ്യെ ഉപ്പാനോട് പറഞ്ഞ് മനസ്സിലാക്കി റാഹത്താക്കി തരാം, നീ ഭയപ്പെടാം, നീ പഠിച്ചു, ഞാൻ അല്ലെങ്കിൽ വാങ്ങിത്തരും, നീ കരയാതെ. ആര്? ഉമ്മ. അതാണ് ഉമ്മ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അറബിയിൽ അങ്ങനെ തന്നെയാണ് ഉമ്മ, അബു, ഉമ്മ എന്ന് പറയുന്നത്. ഉപ്പാന്റെ ഒക്കെ നേരിട്ട് പോയി ചോദിച്ചാൽ പെട്ടെന്ന് അങ്ങനെ കിട്ടൂല. അപ്പൊ ഏറ്റവും കൂടുതൽ തർബിയത്ത് ആരിൽ നിന്നാ? ഉമ്മയാണ് കൊടുക്കേണ്ടത്. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു എല്ലാ നിലയ്ക്കുമുള്ള സംരക്ഷണം നൽകിയത്. ഒരു വെളിയിൽ നിന്നൊരു ഭക്ഷണം പോലും കഴിക്കാൻ അനുവാദം കൊടുക്കൂല. കാരണം മഹാരഥനെ ഈ ലോകത്തിന്റെ വെളിച്ചമായി കൊണ്ടുവരാണ് പണിയെടുത്തത് ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ. വഅൻഫഖഹു ഫീ ഹഖിഹി, ഹലാലായ സമ്പത്ത് ഹലാലായ മാർഗത്തിനു വേണ്ടി ചെലവ് ചെയ്താൽ ഔറദഹുല്ലാഹു ദാറൽ ബവാർ,
ദാർ, അവന്റെ സ്വർഗത്തിന്റെ ഭവനത്തിലേക്ക് അല്ലാഹു അവരെ കൊണ്ടെത്തിക്കുമത്രേ. മനിക്തസബ ഫീ മാലം മിൻ ഗൈരി ഹുല്ലിഹി, ആരെങ്കിലും ഇനി ഹലാലല്ലാത്ത മാർഗത്തിലൂടെയാണ് പണം സമ്പാദിക്കുന്നതെങ്കിൽ വഅൻഫഖഹു ഫീ ഗൈരി ഹഖീഹി, അത് അല്ലാഹു ഇഷ്ടപ്പെടാത്ത, അവൻ അനുവദിക്കപ്പെടാത്ത മാർഗത്തിലൂടെയാണ് അവൻ ചെലവ് ചെയ്യുന്നതെങ്കിൽ വഔറദഹുല്ലാഹു ദാറൻ ഹവാൻ, ഏറ്റവും നികൃഷ്ടമായ നിന്ദ്യമായ ഇളിഭ്യർ കിടക്കേണ്ട ആ നരകാഗ്നിയിലേക്കാണ് അവനെ അവന്റെ ഉപ്പ വളർത്തിക്കൊണ്ടുവരുന്നത്, അവന്റെ ഉമ്മ വളർത്തിക്കൊണ്ടുവരുന്നത്. അവൻ എത്ര വാല് കെട്ടാലും എത്ര ഹത്ത ഓതി അവനെ വെള്ളം കുടിപ്പിച്ചാലും നന്നാവൂല. കാരണം അവന്റെ ഉള്ളിൽ കിടക്കുന്ന മത്അമുഹു ഹറാം, അവൻ കുടിച്ച മശ്റബുഹു ഹറാം, അവൻ ധരിച്ച മൽബസുഹു ഹറാം. ഫഅന്നാ യുസ്തജാബു ല, എങ്ങനെയാണ് ഉപ്പ ആ കുട്ടികളുടെയും ദുആ അല്ലാഹു സ്വീകരിക്കുക? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, മനിഷ്തറാ, ഏതെങ്കിലും ഒരു വ്യക്തി ഒരു സൗബൻ ബിദിർഹമിൻ, ഒരു 10 ദിർഹം കൊടുത്തോ ഒരു വസ്ത്രം അവൻ വിലയ്ക്ക് വാങ്ങുകയാണ്. ഫദിർഹമുൻ വാഹിദുൻ മിൻ ഹറാം, 9 ദിർഹവും ഹലാലാണ്, പക്ഷേ 1 ദിർഹം ഹറാമാണ്. അല്ലാഹുവാണ് സത്യം, അവന്റെ നമസ്കാരം സ്വീകരിക്കൂല, അവന്റെ ദുആ സ്വീകരിക്കൂല, അവന്റെ ഹജ്ജോ ഉംറയോ സിയാറത്തോ അല്ലാഹു സ്വീകരിക്കുകയില്ല. ജനങ്ങൾ കാണാൻ ആഡംബരമുണ്ട്, ജനങ്ങൾ കാണാൻ രസമാണ്, നല്ല വസ്ത്രമാണ്, നല്ല പാന്റാണ്, ജനങ്ങൾ നല്ല അവനെ ഭയങ്കരമായി കൈകൊട്ടി ക്ലാപ്പ് നൽകി അവനെ അഭിനന്ദിക്കുന്നുണ്ട്. പക്ഷേ മകനേ, നിന്റെ ഉപ്പ നിനക്ക് വാങ്ങിത്തന്ന ഈ വസ്ത്രത്തിൽ നീ കടിപ്പിച്ചിരിക്കുന്ന സിബുണ്ടല്ലോ, കടിപ്പിച്ചിരിക്കുന്ന ബട്ടൺ ഉണ്ടല്ലോ, അത് 1 ദിർഹമാണ് മോനെ, അത് ഹറാമിന്റെ പണമാണെങ്കിൽ നിന്റെ നമസ്കാരം അല്ലാഹ്ക്ക് വേണ്ടടോ, നിന്റെ ഖുർആനോത്ത് അല്ലാഹ്ക്ക് വേണ്ട, നിന്റെ തസ്ബീഹും തഹ്ലീലും അല്ലാഹ്ക്ക് വേണ്ട, നിന്റെ സിയാറത്ത് ഈ മഹാനവറുകൾക്ക് വേണ്ട. ഹറാമാണ് വാപ്പ കൊണ്ട് കൊടുക്കുന്നത്, ഹറാമ് വാപ്പ കൊണ്ടു. പിന്നെ ഈ കുട്ടി പറഞ്ഞ അനുസരിക്കുവോ? അതുകൊണ്ടാണ് അല്ലാഹ് പ്രത്യേകം ഖുർആനിൽ പറഞ്ഞത്, നിന്റെ മക്കളെയും കുടുംബത്തെയും നീ സംരക്ഷിച്ചോ, നീ ബാക്കി ആരെയും നോക്കണ്ട, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെയും കുടുംബത്തെയും നരകത്തെ തൊട്ട് സൂക്ഷിക്കണേ. വാപ്പായോട് ഉമ്മയോട് ഖുർആനിന്റെ പ്രഖ്യാപനം. അവരാണ് മക്കളെ വളർത്തിക്കൊണ്ടുവരേണ്ടത്. അവരെ പഠിപ്പിച്ച പോയി. നമുക്കിവിടെ ദുആ ഇറക്കുന്നവർ, ഉമ്മ മരിച്ചു കിടക്കുന്നു, വാപ്പ മരിച്ചു കിടക്കുന്നു, ഉമ്മയുടെ മുന്നിൽ വാപ്പയുടെ മുന്നിൽ വന്ന് നമസ്കരിപ്പിക്കാൻ, ആ ഉപ്പയെ ഉമ്മയെ ഒന്ന് കുളിപ്പിക്കാൻ, ആ ഉപ്പയെ ഉമ്മയെ കബറിലിറക്കി വെക്കാൻ, ഉപ്പാന്റെ ഉമ്മാന്റെ അരികിൽ പോയി ആ സിയാറത്ത് ഒന്ന് ചെയ്ത് കണ്ണുനീരോടുകൂടി ഒന്ന് ദുആ ചെയ്യാൻ ഒരു മകനില്ല. അവൻ കഞ്ചാവിന് അഡിക്റ്റാണ്. അള്ളാഹു ഇത്ര വലിയ ആദരവ് നൽകി അനുഗ്രഹിച്ച ഈ മനുഷ്യൻ എത്ര നല്ല സുന്ദരൻ. അവന് കണ്ണ് നൽകി, കാത് നൽകി, വാൽവ് നൽകി, കൽബ് നൽകി, നാവ് നൽകി, കൈകാലുകൾ നൽകി, ശരീരത്തിന്റെ അവയവങ്ങൾ നൽകി, സൗന്ദര്യം നൽകി. ഇത്ര നല്ല സൗന്ദര്യം, പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂര് നല്ല സൗന്ദര്യം. അള്ളാഹു ഇത്ര അനുഗ്രഹം ചെയ്തില്ല. അൽഹംദുലില്ലാഹ്. ഞങ്ങൾക്ക് വരുമ്പോൾ ഭയങ്കര അസൂയ ഞങ്ങളോട്. പക്ഷെ ഈ സൗന്ദര്യം കൊണ്ട് അഹങ്കരിക്കുകയാണ്. മുടി ഏതെല്ലാം കോലത്തിൽ, അവന്റെ മീശ ഏതെല്ലാം കോലത്തിൽ, അവന്റെ വസ്ത്രം ഏതെല്ലാം കോലത്തിൽ. അള്ളാഹ് എത്ര അനുഗ്രഹം ചെയ്ത് നമുക്ക് ഈ നിഅമത്ത് അല്ലാഹു തആല തന്നിട്ട്, ഈ നിഅമത്ത് അല്ലാഹ്ക്ക് വേണ്ടിയല്ലേ നമ്മൾ ഉപയോഗിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പകുതി മുടി വെട്ടി വന്ന ഒരു ചങ്ങാതിയെ കണ്ടിട്ട് പറഞ്ഞു, മോനെ, ഒന്നുകിൽ പൂർണ്ണമായി നീ വെടിച്ചു മാറ്റ്, അല്ല എങ്കിൽ നീ വെട്ടാതെ ഇരിക്ക്, പകുതി വിട്ടിട്ട് പകുതി വെട്ടരുതേ. ആര് കേൾക്കും? നമ്മുടെ കൗമിനോട് നമ്മൾ പറഞ്ഞ ആര് കേൾക്കും? ഓൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവൻ ബൈപ്പാസ് ആണ് തലയിലോട്ട് ഉണ്ടാക്കുന്നത്. ബൈപ്പാസ്, കണ്ണൂർ ബൈപ്പാസ്, തലശ്ശേരി ബൈപ്പാസ്, ഇവിടെ നിന്ന് മാംഗ്ലൂർക്ക് ഉള്ള ബൈപ്പാസ് ഉണ്ടാക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ ഏതെല്ലാം കോലത്തിലാണ് ഇത് സംഭവം. ആര് പറയാൻ, ആര് പഠിപ്പിക്കാൻ, ആര് ചോദിക്കാൻ? മൊയ്ലിയാരെ കാണാൻ പറഞ്ഞാല് മൊയ്ലിയാരെ അപ്പോഴെ പുറത്താക്കും. അതുകൊണ്ട് പള്ളിയിൽ നിൽക്കുന്ന ഖത്തീബുമാർക്ക് പറയാൻ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് പറയാം വാതിന് പറഞ്ഞ പിന്നെ ആളെ നാളെ വിളിക്കൂല, ആൾ പ്രത്യേകം പറയാം മൊയ്ലാക്കും, ആ മൊയ്ലാരെ വിളിക്കല്ലേ എന്ന് പറയും. പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. നമ്മുടെ ഈ ചെറുപ്പക്കാരെ കാണുമ്പോൾ നമുക്ക് അത് വിഷമം ഉണ്ടാകുന്നോണ്ട് പറയാം. നമ്മൾ പരിശോധിച്ച് നോക്കൂ, ഇന്ന് നമ്മുടെ സഹോദരങ്ങൾ ഒരു ചെറിയ ഒരു സുഖത്തിന് വേണ്ടി ഈ കഞ്ചാവിന് അഡിക്റ്റല്ലേ, RDS.
ചെറിയൊരു സുഖം, ചെറിയൊരു രസം, എന്തോ രസം. അവൻ അതിന് അഡിക്റ്റായ പിന്നെ അവന്റെ ജീവിതത്തിൽ അവന് പിന്നെ എല്ലാം തകർന്നില്ലേ? അവൻ അഡിക്റ്റായി പോയി. അതിൽ നിന്ന് അവന് ഒരു പശ്ചാത്താപം, ഒരു മോചനം കിട്ടുമോ? നമ്മളത് പ്രതീക്ഷിച്ചു. ഒരു മോചനം കിട്ടുമോ? ഒന്ന് രണ്ട് ഹദീസ് ഞാനൊന്ന് പറയാം, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ. നിങ്ങൾ കഞ്ചാവ് കുടിച്ചാലും കുടിച്ചില്ലല്ലോ, അടിച്ചാലും അടിച്ചില്ല, ഈ ഹദീസ് ഒന്ന് കേട്ടോ. ഒരു ചെറിയൊരു രസത്തിന് വേണ്ടി, ഒരു ചെറിയൊരു സുഖത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റെന്തോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കഴിക്കുന്നത്. നോക്കുമ്പോൾ ഏത് മേഖലകളിലും, സ്കൂളുകളിലും, കോളേജുകളിലും, അല്ലാഹു അക്ബർ, ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. ഞാൻ ഇന്നും ഒരു വലിയ ഒരു കോളേജ് സന്ദർശിച്ചിട്ടാണ്, മംഗലാപുരത്ത്. വലിയ ഒരു കോളേജ്, ആദ്യമായിട്ട് അവിടെ ഉണ്ടായ ആദ്യത്തെ കോളേജ്. ഓരോ സംഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വലിയ വിഷമമുണ്ട് സുഹൃത്തുക്കളെ. ഒരു മുറിയിൽ 5 പേര് താമസിച്ചാൽ 4 പേരും കഞ്ചാവിന് അഡിക്റ്റാണ് ചെറുപ്പക്കാർ. അവരാ പഠിക്കുന്നത്. അപ്പൊ ഞാൻ അതിലൊരു കുട്ടിയോട് ചോദിച്ചു, അപ്പൊ ഇവര് പഠിക്കാൻ കുഴപ്പമില്ല, നല്ല പഠിക്കുന്നതിന് നല്ല മാർക്ക് വാങ്ങുന്നുണ്ട്, പക്ഷെ ഇവർക്ക് ഇത് എന്തോ രസം, ഇവര് വൈകിട്ട്. അപ്പൊ നീ എന്ത് ചെയ്യും? ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ, ഞാൻ ഒന്നും കഴിക്കൂല, ഞാൻ അങ്ങനെ മാറിയിരിക്കും. ഇവരിതിങ്ങനെ 4 പേരും 5 പേരും റൂമിൽ, ഞങ്ങൾ 4 പേരും കഴിക്കും. അല്ലാഹു, പരീക്ഷയിൽ മാർക്കൊക്കെ ഉണ്ട്, പക്ഷെ എന്തിനത് കഴിക്കുന്നു? അതോടുകൂടി എന്തായി സംഭവം? ഇവൻ ഡിസ്മസായി. നമ്മൾ മനസ്സിലാക്കണം, ഈമാൻ പോയാൽ പിന്നെ നമ്മൾ മരിച്ചാൽ എവിടേക്കാ പോവുക? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിന്റെ ഉപദേശമാണ്, പരിശുദ്ധ പ്രവാചകന്മാരോട് അല്ലാഹുവിന്റെ ഉപദേശമാണ്. യാ അയ്യുഹർ റസൂൽ കുലൂ മിനത് ത്വയ്യിബാത് വഅമലൂ സ്വാലിഹാ. ഏ പ്രവാചകന്മാരെ, നല്ലത് തിന്നണേ, നല്ലത് തിന്നണേ, നല്ലത് കഴിക്കണേ. നല്ലത് കഴിച്ചെങ്കിൽ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ നിനക്ക് മനസ്സിലാവുകയുള്ളൂ, ഇബാദത്ത് ചെയ്യാൻ മനസ്സ് വരികയുള്ളൂ, ഇബാദത്തിനോട് താല്പര്യമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞത്, കുലൂ മിനത് ത്വയ്യിബാത്ത്, നന്മയെ, നല്ല വസ്തുക്കളും നല്ല ഭക്ഷണവും നിങ്ങൾ കഴിക്കണേ. വഅമലൂ സ്വാലിഹാ, സാലിഹായ അമല് നിങ്ങൾ ചെയ്യണേ. പറഞ്ഞ വാക്കതാണ്, ചേർത്ത പറഞ്ഞത്. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്, അവിടെയും അല്ലാഹു പറഞ്ഞ വാക്കെന്താ? വലഖദ് കറംനാ ബനീ ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്. അല്ലാഹു കടലിൽ നിങ്ങൾക്ക് ഭക്ഷണം നൽകിയില്ലേ മക്കളെ? നിങ്ങൾ പള്ളിക്കരയിലെ ആ കടൽ തീരത്തേക്ക് രാവിലെ പോയാൽ പിടക്കുന്ന ഐക്കൂറ തിന്നാ നെയ്മീൻ കിട്ടും, അയല കിട്ടും, പിടക്കുന്ന മീൻ. അല്ലാഹു കടലിൽ നിങ്ങൾക്ക് തന്ന അനുഗ്രഹമല്ലേ? കരയിലേക്ക് വന്നാലോ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ എത്രത്തോളം അനുഗ്രഹങ്ങളാണ്. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി. അല്ലാഹു ഈ ഭൂമി നിങ്ങൾക്ക് വിധേയമാക്കി തന്നിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ നിങ്ങൾ എങ്ങോട്ട് വേണമെങ്കിലും സഞ്ചരിച്ചു. ദുബായിലൂടെ പോകുന്നവരും ദുബായിയുടെ മുകളിലൂടെ സഞ്ചരിക്കുന്നവരും ദുബായിയുടെ പ്രാന്ത പ്രദേശങ്ങളിലൂടെ കോടിക്കണക്കിന് രൂപകൾ കൊണ്ടുവരുന്നെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് കടലിലും അല്ലാഹു കരയിലും നിങ്ങൾക്ക് അനുഗ്രഹം വെച്ചിട്ടില്ലേ? ഇത് മറ്റാർക്കും അല്ലാഹു കൊടുത്തിട്ടില്ല. മനുഷ്യർക്ക് അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. വറസഖഹും മിനത് ത്വയ്യിബാത്ത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, വിഭവസമൃദ്ധമായ ഭക്ഷണം അല്ലാഹു നിങ്ങൾക്ക് നൽകിയില്ലേ? മൃഗങ്ങൾക്ക് അങ്ങനെയാണോ? പക്ഷിപരവാദികൾക്ക് അങ്ങനെയാണോ? നീ ആഗ്രഹിച്ചാൽ ഇന്ന് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നിങ്ങൾ എണ്ണി നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഹോട്ടലുകളാണ്. പലതരത്തിലുള്ള ഹോട്ടലുകളും പല പേരുകളിലുള്ള ഹോട്ടലുകളും പല വിഭവങ്ങളുമാണ് അവിടെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഏത് സമയത്ത് നോക്കിയാലും ഹൗസ്ഫുള്ളാണ്. പാതിരാ സമയത്തും അവിടെ തീറ്റിയും കുടിയിലുമാണ്. 12 മണി 1 മണി വരെ നമ്മൾ തിന്നുകയാണ്. ബഹുമാനമുള്ളവരെ, ലക്ഷക്കണക്കിന് രൂപ അതിനു വേണ്ടി മാറ്റിവെക്കുമ്പോ അല്ലാഹു നമുക്ക് രുചികരമായ ഭക്ഷണമല്ലേ വാഗ്ദാനം ചെയ്തത്? എത്ര അനുഗ്രഹം! ഈ തിന്നാൻ അല്ലാഹു ഹലാൽ എന്നിട്ട് അത് തിന്നാതെ ഈ കഞ്ചാവ് തിന്നേണ്ട ആവശ്യമുണ്ടോ? അല്ലാഹു പറഞ്ഞ വാക്കാണ്. പിന്നെ നിന്നെ പള്ളിയിൽ കയറ്റരുതെന്നാണ് ഇസ്ലാമിന്റെ നിയമം. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ 1-2 ഹദീസ് ഒന്ന് കേൾക്കണേ എന്റെ ചെറുപ്പക്കാരെ. അല്ലാഹുവേ, ഈ മക്കളെ നീ നന്നാക്കണേ പടച്ചവനെ. നമുക്ക് ദിവസം തോറും പത്രമെടുത്ത് വായിക്കുമ്പോ അതിലൊരു മുസൽമാന്റെ പേര് കാണുമ്പോ നമുക്ക് ദുഃഖമാണ്, പ്രയാസമാണ്. പുരുഷന്മാരാണ് ഇതിന് മുൻതൂക്കം വഹിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ സ്ത്രീകളും ഇതാ ഈ പണിയിലേക്ക് വന്നിരിക്കുകയാണ്. കേവലം നാണം കെടുത്താൻ, ഇസ്ലാമിന്റെ മക്കളെ നാണം കെടുത്താൻ തലയിൽ തട്ടമിട്ടുകൊണ്ടാണ്, പർദ്ദ ധരിച്ചുകൊണ്ടാണ് ഒരു പറ്റം പേരിൽ നാമധാരികളായ മുസ്ലിം സ്ത്രീകളെ രംഗത്ത് വന്നിരിക്കുന്നത്.
അത്തരത്തിൽ കാണുമ്പോൾ നമുക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞ പർദ്ദയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഹിജാബിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാൾ കള്ളു കുടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പക്ഷെ നമ്മളെ നാണം കെടുത്തല്ലേ സമുദായത്തെ മുഴുവനും. ഉമ്മ നിനക്ക് നിന്റെ മകൻ നഷ്ടപ്പെട്ടു, ഉപ്പ നിനക്ക് നിന്റെ മകൻ നഷ്ടപ്പെട്ടു, ഫായിദയില്ല. നിനക്ക് വേണ്ടി ആ മക്കൾ ദുആ ചെയ്ത് അല്ലാഹുവിന്റെ സ്വീകാര്യതയില്ല, നിനക്ക് മകൻ ഇല്ലാത്തതുപോലെയാണ്.